ഭൂതം ഭൂതം എന്നുള്ള പേരേ ഉള്ളൂ. ആള് വെറും മണ്ടനാ. എടാ, നമ്മൾ പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവ് ഈ ഭൂതങ്ങൾക്കില്ല. 50 ആനയുടെ ശക്തി, 5 വയസ്സുകാരന്റെ ബുദ്ധി. അതായത് എന്റെ ശക്തി നിന്റെ ബുദ്ധിയും പോലെ. വന്നു. എന്താ വന്നത്? എന്നെന്താ സ്മരിച്ചത്? കണ്ട, നമ്മള് സ്മരിച്ചാൽ അപ്പ വരും, അല്ലെങ്കിൽ മരിച്ചാലും വരില്ല. സംഗതി ആകെ പുലിവാലായിട്ടാ. എന്താ പ്രശ്നം? കൃഷ്ണേട്ടൻ പറഞ്ഞിട്ട് ആ കുട്ടി സ്മരിക്കുമ്പോ ഞാൻ ഓടിച്ചെല്ലുന്നത്. ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിനക്കല്ലാതെ മറ്റാർക്കാ രക്ഷിക്കാൻ കഴിയാ? ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ആ കുട്ടിക്ക് എന്റെ തനിരൂപം കാണണമെന്ന്. ആശാനെ, ഇത് റൂട്ട് വേറെയാ. ഭൂതണ്ണൻ ഗന്ധർവൻ എന്ന് പറഞ്ഞല്ലേ അടുത്തു കൂടിയത്. എന്റെ അണ്ണ, ഈ ഗന്ധർവമാർക്ക് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഇടയിൽ നല്ല മാർക്കറ്റാ. അതെ അതെ അതെ, ആരും അറിയാതെ ഒരു കുഴപ്പം ഉണ്ടാക്കാതെ കാര്യം സാധിച്ചു പോകുന്ന ഗന്ധർവന്മാരെ മോഹിക്കാത്ത പെണ്ണുങ്ങളുണ്ടോ? ദേ, ഈ കപ്പിലെ വെള്ളത്തിൽ നിന്നെ ഞാൻ മുക്കിക്കൊല്ലും. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ കാര്യത്തിൽ ഭൂതേണ ഒന്നും ചെയ്യണ്ട. ഈ ശിശു സഹായിക്കാം. എങ്ങനെ? ആ പെണ്ണ് ഇതുവരെ ഭൂതേണനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അണ്ണന് പകരം ഞാൻ പോവാം. എന്നിട്ട് ഞാനാണ് ആ ഗന്ധർവൻ എന്ന് പറയാം. അവക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെയും കെട്ടി ഈ സർക്കസ് കമ്പനി നോക്കി വല്ല 5 സ്റ്റാർ ഹോട്ടലിൽ ചുരുണ്ടുകൂടി ജീവിച്ചോളാം. ഇത് കൂടുതൽ ഞാൻ എന്ത് ആത്മഹത്യയാണ് ചെയ്യേണ്ടത്? ഒന്ന് തന്നാൽ നീ ഒന്നും മിണ്ടായിരിക്കണ്ട. നിങ്ങളിങ്ങനെ വഴക്കടിച്ചോണ്ടിരുന്നാലും എങ്ങനെ? ഞാൻ എന്താ ചെയ്യണ്ട? കുട്ടി ഇങ്ങനെ സ്മരിച്ചോണ്ടേ ഇരിക്കുവോ? ഒന്ന് വിട കുട്ടി. അടുത്ത പൗർണമി നാളിൽ നീ പറയുന്നിടത്ത് വന്നാൽ നിന്റെ ഗന്ധർവ ലോകവും നിന്റെ യഥാർത്ഥ രൂപവും കാണിച്ചു തരാമെന്ന് പറയണം. ചെല്ല്. ആശാന് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ ഭൂതത്തിന്റെ പ്രേമത്തിന് ചുക്കാൻ പിടിക്കാൻ. അതിനല്ലടാ, എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്.